ഈ സമരം ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അവസാനിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. വളരെ ഗൗരവമുള്ള വിദ്യാർത്ഥി വിഷയം ഉയർത്തി ആ കുട്ടിയുടെ മരണത്തെ തുടർന്നാണ് ഈ സമരം വലിയ ജനകീയ ശ്രദ്ധയിലേക്ക് കേരളത്തിലാകെ എത്തുന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ SFIയും KSUവും ഉൾപ്പെടെയുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടിച്ചേർത്താണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതിരുന്ന ഇവിടുത്തെ അധികാരികൾ അതിന് തയ്യാറായത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ഏതാണ്ട് 2 മണിക്കൂറോളം ആ ചർച്ച നീണ്ടുനിന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും ആ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കപ്പെട്ടു. ആ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 4000 കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ പഠിക്കാനെത്തിയൊരു കുട്ടിയുടെ ജീവനാണ് നമുക്ക് കേരളത്തിന് എന്ന് തന്നെ ഞങ്ങൾ പറയും, കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വിലമതിക്കാനാവാത്ത ജീവനാണ്. ഒരു ജീവിതവും പ്രതീക്ഷയും എല്ലാം പങ്കുവെച്ചാണ് ആ കുട്ടി കേരളത്തിലേക്ക് എത്തിയത്. ആ കുട്ടിയുടെ ജീവിതവും പ്രതീക്ഷയും അസ്തമിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതിനെ ഒരിക്കലും ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കുണ്ട് എന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളെല്ലാവരും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാർ അത്തന്യൂസ് കോളേജ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അത്തന്യൂസ് തിരുമേനിയെ പോലെ വിശുദ്ധനായൊരു മനുഷ്യൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കണം എന്ന് അവരുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം തന്നെ സ്നേഹത്തെ പറ്റിയാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹവും പ്രത്യാശയുമാണ് ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹവും പ്രത്യാശയും ഇനിയുള്ള കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്നതാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. സ്നേഹവും പ്രത്യാശയും നഷ്ടപ്പെട്ട് ഒരു കുട്ടി പോലും ഈ മാനേജ്മെൻറ്റിൽ നിന്ന് ഇനി പോകാൻ പാടില്ല എന്നവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെച്ച ആവശ്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്. ഈ വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഇപ്പോൾ 2 കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഇവിടുത്തെ കുട്ടികൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളോടും SFIയുടെയും KSUവിൻ്റെയും നേതാക്കന്മാരോടും നടത്തിയിരിക്കുന്ന ഈ ചർച്ചയിൽ ഉറപ്പു തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാവശ്യത്തിൽ നിന്ന് അന്യായമായി പിറകോട്ട് പോയാൽ അതിശക്തമായി തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് പ്രതികരിക്കും. അതിശക്തമായി തന്നെ അതിൽ നിലപാട് സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. ഈ വിദ്യാർത്ഥികൾക്ക് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഏതെങ്കിലും ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നിന്ന് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പുറകോട്ട് പോകാൻ തയ്യാറായാൽ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവരെക്കാൾ ആവേശത്തിൽ ഈ സമരത്തിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പു തരികയാണ്.